ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ക്വയറ്റ് പ്ലേസ് ഡേ 1 എന്ന സിനിമയിലേക്കാണ്. ഈ സിനിമ ക്വയറ്റ് പ്ലേസ് സീരീസിലെ മൂന്നാമത്തെ സിനിമയാണ്. ഇതിൻ്റെ സ്റ്റോറി കൺസീവ് ചെയ്യുന്ന ജോൺ ക്രസൻസ്കിയാണ്. ജോൺ ക്രസൻസ്കി ഇഫ് എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 13 Hours ആക്ട് ചെയ്തിട്ടുണ്ട്. ജാക്ക് റയാനിലുണ്ട്, ജാക്ക് റയാൻ സീരീസിൽ, ഓഫീസിലുണ്ട്. അങ്ങനെ വളരെ പ്രഗത്ഭനായ ഒരു ആക്ടർ, റൈറ്റർ, ഡയറക്ടർ ആളാണ് ജോൺ ക്രസൻസ്കി. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ബേസ് ചെയ്തിട്ട് മൈക്കിൾ സെറോൺസ്കിയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും. മൈക്കിൾ ബേ ഉൾപ്പെടെ കുറേ പ്രശസ്തരായ ആൾക്കാരിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പാരമൗണ്ട് പിക്ചേഴ്സാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി സിനിമയുടെ ഒരു വൺ ലൈനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 2 ക്വയറ്റ് പ്ലേസ് മൂവീസിലും നമ്മൾ കണ്ടത് ഈ ഏലിയൻ അറ്റാക്ക് കഴിഞ്ഞിട്ട് ആൾക്കാർ ഒരു നിശബ്ദരായിട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അവർ നേരിടുന്ന പ്രോബ്ലംസ്, അതൊക്കെയായിരുന്നു കഴിഞ്ഞ 2 മൂവീസിൻ്റെയും ഒരു തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ മൂവിയിലെ ഒരു തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ 1 ഓഫ് അറ്റാക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതിനുള്ളൊരു ന്യൂയോർക്ക് സിറ്റിയാണ് ഇതിൻ്റെ പ്രമേയം നടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ എങ്ങനെ അറ്റാക്ക് വരുന്നു, അവിടെ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ. അതിൽ ടെർമിനലി ഇല്ലായ ഒരു ക്യാരക്ടറിന് ലുപ്പിട്ട നയോങ് എന്ന് പറയുന്ന ആക്ട്രസ് പ്ലേ ചെയ്തിട്ടുണ്ട്. ജോസഫ് കിന്നുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഇതിൽ ലീഡ് ആക്ടർ ആൻഡ് ആക്ട്രസ്സായിട്ട് വരുന്നത്. അപ്പോൾ അവരെങ്ങനെ അന്നത്തെ ആ ഒരു ടൈം സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ. ഇനി ആ സിനിമയിലെ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമ നമുക്ക് തരുന്നത് അതിൻ്റെ അകത്തൊരു ഒരു ഒരു ഫീൽ, ഒരു സർറിയലായിട്ടൊരു ഫിയറുള്ള ഫീൽ നമ്മളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിക്കും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും, നമ്മൾ സംസാരിക്കാതെ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് തോന്നും. ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഒരു തിയേറ്റർ സൈലൻ്റ് ആകുമ്പോൾ നമുക്കൊന്ന് അലറി വിളിക്കാനൊക്കെ ഒന്ന് തോന്നും. കാരണം അതിന് മാത്രം പിൻ ഡ്രോപ്പ് സൈലൻസ് സീൻസ്, അത് ലോങ് സീൻസ് സിനിമയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഫീല് ഓഡിയൻസിലേക്ക് തരാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും ഒക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആക്ടേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ എഫക്റ്റും അതിൻ്റെ വിഷ്വൽസും ഒക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട ടൈപ്പ് വിഷ്വൽസാണ്. വിഷ്വൽസ് എനിക്ക് അത്ര എക്സെപ്ഷണലായിട്ട് ഒന്നും തന്നെയും അങ്ങനെ തോന്നിയില്ല. നമ്മൾ സാധാരണ കാണാൻ ഏലിയൻ അറ്റാക്കിൽ കാണുന്ന ഒരു സിറ്റി എങ്ങനെ തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ സൗണ്ട് എഞ്ചിനീയറിങ്, സൗണ്ട് മിക്സിങ്, ഇത് രണ്ടും ഭയങ്കരമായി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് സീനുകളിൽ മാത്രമാണ് ഈ സൗണ്ട് ഉള്ളത്. ആ ഉള്ള സീനുകളിലെല്ലാം തന്നെ ഗംഭീരമായിട്ട് ഈ സൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈലൻസ് ആണെങ്കിൽ പോലും, ലൈക്ക് സൈലൻസ് ടോക്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ സൈലൻസ് ആണെങ്കിൽ പോലും അത് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വല്ലാത്ത ഫീലുണ്ട്. ആ ഫീല് ഈ മൂവിയിൽ വളരെ ക്ലിയറായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ചാണ്. നമുക്കത് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. പ്രത്യേകിച്ചും ക്വയറ്റ് പ്ലേസ് സീരീസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു സീരീസാണ്. ഒരു പുതിയ ഓഡിയൻസ്, അതായത് നിങ്ങൾ പുതുതായിട്ട് ക്വയറ്റ് പ്ലേസ് ഡേ 1 എന്നുള്ള സിനിമ കാണാൻ പോകണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വല്പം നിരാശ വന്നിരിക്കും. കാര്യം സിനിമ വളരെ സൈലൻ്റായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ചില സീക്വൻസുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെന്തിനാണ് ഇത്രയും ടൈം കൊടുക്കുന്നതെന്ന് തോന്നും. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് വന്ന സിനിമകളിലുള്ള ഒരു ഇതിവൃത്തവും സ്റ്റോറി ബിൽഡിങ്ങും ഒക്കെയാണ് ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോങ് സൈലൻസും പിന്നെ മാത്രമല്ല സിനിമയുടെ ഒരു പ്രൊമൈസ് അങ്ങനെയാണല്ലോ, സൈലൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊമൈസ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.